hearts beat to the city streets. We began to feel the fire. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മൾ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ്. അമ്മയെ സർജറിക്ക് വേണ്ടിയിട്ട് അഡ്മിറ്റ് ചെയ്തേക്കുവാണ്. അമ്മയ്ക്ക് 3ാമത് പ്രാവശ്യമാണ് ശരിക്കും സർജറിക്ക് അഡ്മിറ്റ് ആവുന്നത്. ഒന്നിപ്പഴിച്ചാൽ 3 എന്നുള്ള ആ ഒരു ചൊല്ലിനെ നമ്മൾ വിശ്വസിച്ച് നമ്മൾ 3ാമത്തെ പ്രാവശ്യം അഡ്മിഷൻ വന്നിരിക്കുകയാണ്. ഹോപ്പ്ഫുള്ളി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഈ ട്യൂസ്ഡേ, ഇന്നിപ്പോൾ സൺഡേ ആണ്, അപ്പോൾ ട്യൂസ്ഡേ സർജറി ചെയ്യാനാണ് ഡോക്ടർ ആക്ച്വലി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനും കണ്ണനുമാണ് മാറി മാറി നിൽക്കുന്നത്. പിന്നെ സൺഡേ ആയതുകൊണ്ട് നമ്മൾ ജസ്റ്റ് അഡ്മിഷൻ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ബിക്കോസ് അമ്മയ്ക്ക് ഡയബറ്റിക് ഒക്കെ ആയത് കാരണം എല്ലാം ഒന്ന് കൺട്രോളിലിരിക്കാൻ ഹോസ്പിറ്റലിൽ വന്ന് അഡ്മിറ്റ് ആയതാണ്. ഞാനും കണ്ണനും മാറി മാറിയാണ് നിൽക്കുന്നത്. കണ്ണനാണ് നൈറ്റ് നിൽക്കുന്നത്, ഞാൻ പകൽ വന്ന് നിൽക്കും. പക്ഷെ ഇന്ന് ഞാൻ ഇത്തിരി നേരത്തെ ഇറങ്ങുവാണ്, കാരണം കണ്ണേട്ടൻ വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മയ്ക്കായിട്ടൊന്ന് പുറത്ത് പോകണം എന്ന് വെച്ചു. കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ എനിക്ക് കുറച്ച് ടൈറ്റ് ഷെഡ്യൂളൊക്കെ ആയിരിക്കും. കാരണം സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് 24/7 ഞാൻ അമ്മയുടെ കൂടെ നിൽക്കേണ്ടി വരും. അമ്മയുടെ കൂടെ നിൽക്കണം, 24/7 അമ്മയുടെ കൂടെ നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം ഇന്ന് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് എന്നിട്ട് ഇറങ്ങും. ഫുഡൊക്കെ കൊണ്ടുവന്നു, ഫുഡൊക്കെ കഴിച്ചു. അമ്മ ഉറങ്ങും. ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി നേരെ ബസ് പിടിച്ച് വീട്ടിലോട്ട് പോവാണ്. ഇപ്പം ഞാൻ കൊട്ടാരക്കര സ്റ്റാൻഡെത്തി. എനിക്കിവിടെ എത്തുമ്പം എൻ്റെ കോളേജും ഫ്രണ്ട്സും ഒക്കെ ഓർമ്മ വരും. കാരണം ക്ലാസ്സിലിരുന്നാലും കൂടുതൽ സമയം ഞാൻ ഈ സ്റ്റാൻഡിൽ ബസ് കാത്തിരുന്നിട്ടുണ്ട്. കാരണം ഞാൻ അന്ന് താമസിച്ച സ്ഥലത്തോട്ട് ആണ്ടിനും സംക്രാന്തിക്കുമായിരുന്നു ബസ് വരുന്നത്. അപ്പോൾ ഞാൻ ബസ് സ്റ്റോപ്പിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ കണ്ണേട്ടൻ വന്ന് പിക്ക് ചെയ്തു. പിന്നെ പോകുന്ന വഴിക്ക് ചായ സമയമായതുകൊണ്ട് വീട്ടിലേക്ക് കുറച്ച് ചായ കടികളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് പോയത്. വീട്ടിൽ ചെന്നപ്പോൾ എന്നെ ആരെ കാത്തു നിൽക്കുന്നതെന്ന് കണ്ടോ? അപ്പോൾ വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുവാണ്. പക്ഷേ ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുവാണ്, കാരണം നല്ല മഴ വരുന്നുണ്ട്. നമുക്കാണെങ്കിൽ പോവേണ്ടതോ ബീച്ചിലോട്ടുമാണ്. അപ്പോൾ ഒരുങ്ങിയതല്ലേ, ഇനിയിപ്പോൾ എന്തായാലും അങ്ങ് ഇറങ്ങിയേക്കാം വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങുവാണ്. അപ്പം ഞങ്ങൾ ഒറ്റയ്ക്കല്ല, എല്ലാവരും വരുന്നുണ്ട്. മാമനും മാമിയും ഹരിയും അമ്മാമ്മയും, അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കുടുംബസമേതത്തോടു കൂടിയാണ് പോകുന്നത്. ഞാനിന്നിങ്ങനെ പുറത്ത് പോകാൻ ഒരു റീസണും കൂടിയുണ്ട് കേട്ടോ. കണ്ണേട്ടൻ വന്നത് രാത്രിയിലാണ്. അപ്പോൾ മോൾ ഉറങ്ങാൻ പോവായിരുന്നു. പക്ഷെ അവൾ കണ്ടു, പക്ഷെ ഒരു ഉറക്കച്ചവിടായിരുന്നുകൊണ്ടായിരിക്കാം പിറ്റേന്ന് രാവിലെ അവൾ കണ്ണു തുറന്നപ്പോൾ കണ്ണേട്ടനെ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് പോലെ ആയിരുന്നു. അപ്പോൾ അവൾ ഞങ്ങൾ രണ്ടുപേരെയും നോക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ തന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അമ്മ അപ്പ അമ്മി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ചേർത്ത് പിടിച്ച് സന്തോഷത്തോടു കൂടി ഇരുന്നു. എനിക്കത് കണ്ടപ്പോൾ സങ്കടവും തോന്നി, സന്തോഷവും തോന്നി. കാരണം കുഞ്ഞിന് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഉള്ള ടൈം മിസ്സ് ചെയ്യുന്നുണ്ടാവാം. കുറേ നാളായിട്ട് ഞങ്ങളിൽ ആരെങ്കിലും ഒരാളാണ് അവളുടെ കൂടെ ഉണ്ടാവാറുള്ളത്. പക്ഷേ അവൾക്ക് പറയാൻ അറിയില്ലല്ലോ, അത് ആ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ അറിയത്തില്ലല്ലോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് കുറച്ച് സമയം ഇതിനു വേണ്ടി മാറ്റി വെച്ചത്. കൃത്യം നമ്മൾ ബീച്ചിലെത്തി കഴിഞ്ഞപ്പോൾ മഴ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീട്ടിൽ നിന്ന് ഒരുക്കി ഇറക്കിയപ്പോൾ അമ്മയ്ക്ക് തൊപ്പി വെച്ചാണ് ഇറക്കിയത്. പക്ഷേ കാറിൽ കയറിയതിന് ശേഷമാണ് തൊപ്പിയില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കിയത്. അങ്ങനെ അമ്മയ്ക്കും ഹരിക്കും ഒരു തൊപ്പി വാങ്ങിച്ചു കൊടുത്തു. കാരണം രണ്ടിനും പെട്ടെന്നാണ് പനി പിടിക്കുന്നത്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. മഴയൊന്നും ആരും മൈൻഡ് ചെയ്യുന്ന കൂടിയില്ല. ഞാൻ കുറേ നാൾക്ക് ശേഷമാണ് കൊല്ലം ബീച്ചിൽ വരുന്നത്. ഞാനൊരു ബീച്ച് പേഴ്സണേ അല്ല കേട്ടോ. കാരണം കുഞ്ഞിനെ തൊട്ടേ കടൽ കണ്ട് വളർന്നതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ മുറ്റത്തെ മുല്ലയ്ക്ക് പണ്ടേ മണമില്ലല്ലോ. ഇറങ്ങണ്ട കേട്ടോ. കൊല്ലം ബീച്ച് കാണാൻ ഭയങ്കര ഭംഗിയുള്ളൊരു ബീച്ചാണ്, പക്ഷേ ഭയങ്കര ഡേഞ്ചറസുമാണ്. ഇവിടെ നല്ല ആഴമാണ്. ഈ ബ്രേക്ക് വാട്ടേഴ്സൊക്കെ പണിതതിന് ശേഷം നല്ല ആഴമാണ്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാതിരിക്കുമ്പോഴാണ് വലിയ തിര വന്ന് അങ്ങനെ നമ്മൾ നിൽക്കുന്നവരെയൊക്കെ എടുത്തുകൊണ്ട് പോകും. ഒരുപാട് പേരുടെ ലൈഫ് എടുത്തൊരു ബീച്ചാണിത്.
അവിടെ നിൽക്കുന്ന ലൈഫ് ഗാർഡ്സ് എപ്പോഴും വന്നിങ്ങനെ പറയും നമ്മളോട് ഇറങ്ങരുത്, ബീച്ച് സേഫ് അല്ല എന്നൊക്കെ. പക്ഷേ അവർ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടി ആണെന്നതല്ല, നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടി കൂടിയാണ് അവരത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. അവിടെ നിൽക്കുന്ന പലരും അവരോട് ഇങ്ങനെ ചൂടാവുന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണ് അവരത് പറയുന്നത്. ഇറങ്ങാനും കുളിക്കാനും ഒക്കെ കുറച്ചും കൂടെ സേഫ് തിരുമുല്ലവാരം ബീച്ചാണ്. അതാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബീച്ച്. എന്തും ടോയ്സ് അവിടെ അമ്മ ആ ടോയ്സ് അവിടെ കണ്ടില്ലേ, കഷ്ടം. കണ്ട് ബോളൊക്കെ വെറുതെയാണ് പോയി, സ്റ്റാൻഡ് വിട്ട് പോയി. നല്ല മഴ പെയ്യുവാണ്, നല്ല പൊടിമഴയുണ്ട്. പിന്നെ ബീച്ചിൽ ഇറങ്ങാൻ പറ്റത്തില്ല, ബിക്കോസ് കടലിൽ കയറി കിടക്കുവാണ്, സേഫ് ആയിട്ട്. അതുകൊണ്ട് അതെ നമ്മൾ വന്ന് പെട്ടുപോയിരിക്കണതാണ്. അതുകൊണ്ട് നമ്മൾ അപ്പുറത്ത് പാർക്കിൽ അമ്മയെ കൊണ്ടുപോകാനായിട്ട് പോവാം. കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി, കാരണം പാർക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മളുടെ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.